എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ബുധനുമായി ബന്ധപ്പെട്ട ജനറൽ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബുധൻ്റെ വർണ്ണം നമുക്കറിയാമല്ലോ, പച്ച കളറാണ് ബുധനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പച്ച കളറുമായി ബന്ധപ്പെട്ട എല്ലാം ബുധനാണ്. അപ്പോൾ പച്ച വസ്ത്രങ്ങൾ ധരിക്കുക, അത് ബുധൻ്റെ ഒരു റെമഡിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ വെജിറ്റബിൾസ്, പച്ച കളറുള്ള വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുക, ഇതൊക്കെ ബുധൻ്റെ ഒരു റെമഡിയായിട്ട് പറയുന്നു. അതുകൂടാതെ ധാരാളം വെള്ളം കുടിക്കുക, ഇതൊരു പരിഹാരമാണ്. വെള്ളം അധികമായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ചെടികൾക്ക് വെള്ളം, ഗാർഡനിങ് ചെയ്യുന്നത്, അതും ബുധൻ്റെ ഒരു റെമഡിയാണ്. ഇപ്പം ബ്രഹ്മി, ആ ഒരു സസ്യം അറിയില്ല, ബ്രഹ്മി, അതേപോലെ തന്നെ വെറ്റില, അതേപോലെ തന്നെ നെല്ലി, ഈ മരങ്ങളൊക്കെ ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുധനെയാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകം നമ്മൾ നനച്ചു കൊടുക്കുന്നത് ബുധൻ്റെ ഒരു റെമഡിയായിട്ട് പറയാറുണ്ട്. ബുധൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പ്ലേ ഗ്രൗണ്ട്സ്, പാർക്സ്, ഷോപ്പിംഗ് മാൾസ്, സൂപ്പർ മാർക്കറ്റ്സ്, അതേപോലെ തന്നെ പബ്ലിക് ലൈബ്രറീസ്, സ്റ്റേഷനറികളൊക്കെ കിട്ടുന്ന സ്ഥലം, ബിസിനസ് ഏരിയാസ്, ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുധനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ബുധൻ്റെ ഒരു റെമഡി ആയിട്ട് പറയാറുണ്ട്. പിന്നെ ബുധൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മൾ സന്ദർശിക്കേണ്ടത് ഒന്ന് വിഷ്ണു ക്ഷേത്രങ്ങളും മറ്റേത് ഗണേശ ക്ഷേത്രം, അതായത് ഗണപതി ക്ഷേത്രമാണ്. അത് പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുന്നതും, അവിടെ നമുക്കറിയാലോ ഗണപതിക്ക് കറുക നമ്മൾ കൊടുക്കാറുണ്ട്, അത് ബുധൻ്റെ ഒരു പരിഹാരമാണ് ബുധനാഴ്ചകളിലും. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലും അതേപോലെ നമുക്ക് ദാനം ചെയ്യാം, ചെറുപയർ ദാനം ചെയ്യാം. അത് നവഗ്രഹ ക്ഷേത്രത്തിലും ബുധന് ചെറുപയർ ദാനം ചെയ്യാം, അത് വിഷ്ണുവിനും ചെയ്യാം. അതുകൊണ്ട് ചെറുപയർ കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും കിച്ചടി പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വിഷ്ണുവിന് ദാനം ചെയ്യാം. അതേപോലെ പച്ച നിറത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ, ലഡ്ഡു ഒക്കെ, പച്ച കളറുള്ള ലഡ്ഡു ഒക്കെ ഉണ്ടെങ്കിൽ അത് ഗണപതിക്ക് ബുധനാഴ്ചകളിൽ നൽകുന്നത് ഈ ബുധനുള്ള ഒരു പരിഹാരമായിട്ട് പറയുന്നു. വിഷ്ണു സഹസ്രനാമമാണ് ബുധനുള്ള ഏറ്റവും വലിയ പരിഹാരമായിട്ട് പറയുന്നത്. അതുകൊണ്ട് നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ശ്രദ്ധിക്കുക, അത് ബുധനുള്ള ഒരു പരിഹാരമാണ്. പിന്നെ ഗായത്രി ഉണ്ട്, ഓം ചന്ദ്രപുത്രായ വിദ്മഹേ എന്ന് തുടങ്ങുന്ന ഗായത്രി, അത് 108 തവണ ബുധനാഴ്ചകളിൽ ജപിക്കാവുന്നതാണ്, അതും ബുധനുള്ള ഒരു പരിഹാരമാണ്. പിന്നെ നമ്മൾക്ക് ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പുസ്തകങ്ങളും സ്റ്റേഷനറിയൊക്കെ കൊടുക്കുന്നത് ഒരു ബുധനുള്ള പരിഹാരമാണ്. അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ബുധനുള്ള ഒരു പരിഹാരമായിട്ട് പറയുന്നു. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് പ്യൂബർട്ടി ആവാത്ത പെൺകുട്ടികളെ അവർക്ക് മധുരം നൽകുന്നതോ അവരെ വർഷിപ്പ് ചെയ്യുന്നതോ വളരെ നല്ലതായിട്ട് പറയാറുണ്ട്. കന്യകാപൂജ ചെയ്യും, ചൊവ്വയുടെ റെമഡിയായിട്ട് കന്യകാപൂജ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബുധൻ്റെ അഫ്ലിക്ഷൻ ഉണ്ടെങ്കിലും കന്യകാപൂജ ചെയ്യാം. കാര്യം ചെറിയ പെൺകുട്ടികളെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുധനെയാണ്. അതുപോലെ ചെറുപയർ ദാനം ചെയ്യാം ബുധന്. അതുപോലെ പയറുപൊടി ഉപയോഗിച്ച് കുളിക്കുന്നത്, അത് ബുധനുള്ള ഒരു റെമഡിയായിട്ട് പറയാറുണ്ട്. നമ്മുടെ ത്വക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുധനെയാണ്. അപ്പം ത്വക്കിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ബുധന് എന്തെങ്കിലും അഫ്ലിക്ഷൻ ഉണ്ടാവുമെന്ന് പറയാം ജാതകത്തിൽ, അല്ലെങ്കിൽ ബുധനും രാഹുവായിട്ടുള്ള എന്തെങ്കിലും കോമ്പിനേഷൻ കാണും. അപ്പോൾ അതും ചെയ്യാം. പിന്നെ ചെയ്യാവുന്നത് ഗ്രീൻ കളർ, അതായത് പച്ച കളറുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ബുധൻ്റെ ഒരു പരിഹാരമാണ്. എസ്പെഷ്യലി ട്രാൻസ്ജെൻഡറായ ആളുകൾക്ക്, കാര്യം ബുധനൊരു നപുംസകത്വമുണ്ട്, അതുകൊണ്ട് ട്രാൻസ്ജെൻഡറായ ആളുകൾക്ക് പച്ച വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ബുധൻ്റെ ഒരു പരിഹാരമായിട്ട് പറയുന്നു. അതേപോലെ തന്നെ ചെറുപയർ, പ്രാവുകൾക്ക് ചെറുപയർ തീറ്റയായിട്ട് കൊടുക്കുന്നതും ബുധൻ്റെ ഒരു റെമഡിയാണ്. ഇത്രയൊക്കെയാണ് ബുധന് ജനറലി ചെയ്യാവുന്ന റെമഡികൾ. എന്നാൽ ബുധൻ 3-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ 12-ാം ഭാവത്തിലോ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. 3-ാം ഭാവം നമ്മുടെ കറേജിൻ്റെയാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെയാണ്, നമ്മുടെ എഫേർട്ടിൻ്റെ ആണെന്നൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ 8ഉം 12ഉം ഭാവങ്ങളും ദുസ്ഥാനങ്ങളാണെന്ന് അറിയാം. ഈ സ്ഥാനങ്ങളിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗ്രീൻ കളർ ക്ലോത്ത്സ് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. പച്ചവസ്ത്രങ്ങൾ ധരിക്കരുത്. അതുപോലെ തന്നെ ചെറുപയറും ഉപയോഗിക്കരുത്. അതേസമയം ചെറുപയർ ദാനം ചെയ്യാം, പച്ച വസ്ത്രങ്ങളും ദാനം ചെയ്യാം. ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഏതെങ്കിലും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ദാനം ചെയ്യാം. 43 ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നത് ബുധനൊരു പരിഹാരമാണ്. അത് ചെയ്യാം. അല്ലെങ്കിൽ ചെറുപയർ ഒരു മൺകുടത്തിലാക്കുക, അല്ലെങ്കിൽ ഒരു കോപ്പർ കുടത്തിലാക്കുക, ചെമ്പ് കുടത്തിലാക്കുക. അതിനുശേഷം അത് റണ്ണിങ് വാട്ടറിൽ, ഒഴുക്ക് വെള്ളത്തിൽ അത് ഒഴുക്കുന്നതും അതും ബുധന് ഒരു പരിഹാരമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഗ്രീൻ വാട്ടർ ബോട്ടിൽ എടുക്കുക, ഗ്രീൻ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറക്കുക. വെള്ളം നിറച്ചതിന് ശേഷം അത് ഒരു ഒഴിവാക്കപ്പെട്ട ഭൂമിയിൽ, അതായത് ആൾപ്പെരുമാറ്റമില്ലാത്ത സ്ഥലത്ത്, പണ്ടൊക്കെയാണെങ്കിൽ ശ്മശാനങ്ങൾ പറയും, അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നതും ബുധനുള്ള ഒരു റെമഡിയായിട്ട് പറയാറുണ്ട്. പിന്നെ ഒരു കാരണവശാലും തത്തകളെ പെറ്റായിട്ട് വളർത്താതിരിക്കുക. തത്തകൾ ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ വളർത്തരുത്.
അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി കാക്കകൾക്ക് നൽകുക, ഇതും ബുധൻ ഒരു പരിഹാരമായിട്ട് പറയുന്നു. പിന്നെ സാധിക്കുമെങ്കിൽ നമ്മൾ സിൽവറിൻ്റെയോ സ്വർണത്തിൻ്റെയോ ആഭരണങ്ങൾ ധരിക്കുക. അതുപോലെ കുങ്കുമം തൊടാൻ ശ്രദ്ധിക്കുക, ഇതും ബുധൻ ഒരു പരിഹാരമാണ്. പിന്നെ ബുധൻ 8ാം ഭാവത്തിലാണെങ്കിൽ നമുക്ക് ഈ മൂക്കുത്തി ഇടാം, മൂക്ക് തുളയ്ക്കാം. മൂക്കിൻ്റെ മധ്യഭാഗം തുളച്ചിട്ട് അവിടെ സിൽവർ ഇടാം. സിൽവർ ഇട്ടിട്ട് 93 ദിവസത്തിന് ശേഷം ആ സിൽവർ ഊരി നമുക്ക് ഒഴുക്ക് വെള്ളത്തിൽ കളയാം. അതേസമയം 12ാം ഭാവത്തിലാണെങ്കിൽ സാധാരണ പോലെ മൂക്ക് കുത്തിയിട്ട് സിൽവർ ആഭരണം ഉപയോഗിക്കാം. ഇതും ബുധൻ്റെ ഒരു പരിഹാരമായിട്ട് പറയുന്നു. പിന്നെ പറയുന്നത് റെയിൻ വാട്ടർ അല്ലെങ്കിൽ മഴവെള്ളം അല്ലെങ്കിൽ പാല് നമുക്ക് ശേഖരിച്ചിട്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വെക്കുന്നത് ബുധന് ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. പിന്നെ കൂണ് ദാനം ചെയ്യുന്നത് ബുധന് ഒരു പരിഹാരമായിട്ട് പറയുന്നു. അത് വേണമെങ്കിൽ ഒരു കുടത്തിൽ കൂൺ നിറച്ചിട്ട് അമ്പലങ്ങളിൽ ദാനം ചെയ്യുന്നതും ബുധന് ഒരു പരിഹാരമാണ്. ബുധൻ എവിടെ നിന്നാലും ഈ ഗണേശനെ, അതായത് ഗണപതിയെ ആരാധിക്കുന്നതും വിഷ്ണുവിനെ ആരാധിക്കുന്നതും ഏത് സ്ഥാനത്താണെങ്കിലും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക എന്നുള്ളത് ബുധൻ എവിടെയാണെങ്കിലും, ഇനി ബുധനെ കൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഒരു ആർക്കും ചെയ്യാവുന്ന ഒരു റെമഡിയാണ്. ഏത് ഗ്രഹങ്ങൾക്കും ചെയ്യാവുന്ന റെമഡിയാണ്, അതും ചെയ്യാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യാവുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ജീരകം, പച്ച കളറുള്ള ജീരകം, പെരുംജീരകം നമ്മൾ ഒരു ചെറിയ കിഴി പോലെ കെട്ടിയിട്ട് കുഞ്ഞു കിഴിയാക്കിയിട്ട് അത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തലയണയുടെ അടിയിൽ വെക്കുന്നത്, അതും ബുധനുള്ള ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. ഇത്രയുമൊക്കെയാണ് ജനറലി ബുധന് പറയുന്ന പരിഹാരങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.